ഹലോ മക്കളെ, എല്ലാവർക്കും ഗ്രീൻ ചാനലിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്തൊക്കെയാ പഠിച്ചത്? റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളും കുറെ ഫിനോമിനൻസും സ്ഫെറിക്കൽ മിറേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്ന അതിന്റെ ലോസ് ഒക്കെ. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് റിഫ്രാക്ഷൻ എന്നുള്ളതാണ്. റിഫ്ലക്ഷൻ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റിഫ്രാക്ഷനും. അപ്പൊ നമുക്ക് റിഫ്രാക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാതെ പോകരുത്. ഏതെങ്കിലും ഒന്ന് പഠിച്ചിട്ട് മാർക്ക് കിട്ടും എന്ന് വിചാരിച്ചിരിക്കാൻ പറ്റില്ല, രണ്ടും പഠിക്കണം കേട്ടോ. റിഫ്ലക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, റിഫ്രാക്ഷനും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് റിഫ്രാക്ഷൻ എന്താ നോക്കാം. എന്താണ് ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്? ചേഞ്ചിങ് ദ പാത്ത് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവുന്നുണ്ട്? ലൈറ്റ് പോകുന്ന പാത്തിന് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, ചേഞ്ചിങ് ദ പാത്ത് ഓഫ് ലൈറ്റ്. ഇപ്പൊ ലൈറ്റ് വരുന്നത് പോലെ ആയിരിക്കില്ല എന്ത് തിരിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോ ചേഞ്ചിങ് ദ പാത്ത് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് റേ പാസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന സമയത്ത് എന്താണ് ആ ലൈറ്റ് റേയുടെ പാത്തില് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഫിനോമിനൻ ഇസ് കോൾഡ് വാട്ട്? റിഫ്രാക്ഷൻ. ക്ലിയർ അല്ലേ മക്കളെ? നമ്മൾ റിഫ്ലക്ഷൻ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതെന്താണ്? ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് റേ ആണ് അല്ലെ. ഒരു ഇത് എന്താണ് തട്ടിയിട്ട് തിരിച്ചു പോകുന്നത്. ഇവിടെ എന്താണ്? ചേഞ്ചിങ് ദ പാത്ത് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ പാത്ത് ചേഞ്ച്, വഴി മാറുകയാണ് ചെയ്യുന്നത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോ. ഓക്കെ, ഇവിടെ കുറച്ച് കേസ് പറയുന്നുണ്ട്. രണ്ട് കേസാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു ബെൻഡിങ് നടക്കുന്നത് മനസ്സിലാക്കാം. മക്കൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഫിഗേഴ്സ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇത് ഫിഗർ 1, ഇത് ഫിഗർ 2. ഓക്കെ, അപ്പോ ഇതൊക്കെ നമുക്ക് അറിയുന്ന ബേസിക് ഗ്രാഫ് ആണല്ലേ. നോർമൽ എന്താണെന്ന് അറിയാം, ഒക്കെ അറിയാം. അപ്പൊ എന്താണ് ഇവിടേക്ക്? ഇതാണ് നമ്മുടെ റേറർ മീഡിയം എന്ന് പറയുന്നത്. ഇതെന്താണ്? ഇതാണ് ഡെൻസർ മീഡിയം. ഓക്കെ, അപ്പോ ഈ റേറർ മീഡിയത്തിലേക്ക് ഒരു ലൈറ്റ് റേ വന്ന് ഇൻസൈഡ് ചെയ്യാണ്. ഓക്കെ, എന്താണ് ഇവിടെ ഒരു ലൈറ്റ് റേ വന്നിട്ട്, ഇതാണ് ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് പതിക്കുന്ന റേ ഇൻസിഡന്റ് റേ ആണിത്. അതെന്താണ്? അത് ഡെൻസർ മീഡിയത്തിലേക്ക് വരുമ്പോ എന്ത് സംഭവിക്കുന്നുണ്ട്? അതേ ഒരു പാത്തിലാണോ പോകുന്നത്? അല്ല, അത് കുറച്ചൊന്ന് എന്താണ് ഒരു സ്ലൈറ്റ്ലി ബെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. എങ്ങോട്ടാണ് ബെൻഡ് ചെയ്യുന്നത്? ലൈറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ. നോർമലിന് അടുത്തേക്കായിട്ടാണ് ബെൻഡ് ചെയ്യുന്നത് അല്ലെ. ഇങ്ങനെ ഇൻസിഡന്റ് റേ വന്നു, അത് നേരെ എങ്ങോട്ടാണ് ബെൻഡ് ചെയ്യുന്നത്? നോർമലിന്റെ അടുത്തേക്കായിട്ടാണ് ബെൻഡ് ചെയ്യുന്നത്. അത് ഏത് കേസിലാണ് മക്കളെ? റേറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ പറയുന്ന റിഫ്രാക്റ്റഡ് റേ എങ്ങോട്ട് പോകുന്നത്? ലൈറ്റ് ബെൻഡ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? നോർമലിന് അടുത്തേക്ക് ബെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നോക്കുവാണെങ്കിൽ എന്താ ഇവിടെ പറയുന്നത്? ഇവിടെ ഡെൻസർ മീഡിയം ഉണ്ട്, ഇവിടെ റേറർ മീഡിയം ഉണ്ട്. അപ്പോ ഈ ഡെൻസർ മീഡിയത്തിലേക്ക് എന്താണ് നമ്മുടെ ഇൻസിഡന്റ് റേ വന്ന് പതിച്ചു. എന്ത് പറ്റി? ഇവിടെയും എന്ത് സംഭവിച്ചു? റിഫ്രാക്ഷൻ സംഭവിച്ചിട്ടുണ്ടല്ലേ. ലൈറ്റിന് നോക്കി പാത്ത് ചേഞ്ച് ആയിട്ടില്ലേ. ഇത് എങ്ങനെയാ പോകുന്നത്? നോർമലിന് അടുത്തേക്കാണ് വരുന്നത്? അല്ല, നോർമലിൽ നിന്ന് അകന്നിട്ടാണ് പോകുന്നത്. ബെൻഡ് അവേ ഫ്രം ദ നോർമൽ. ഓക്കെ, അപ്പോ നോർമലിൽ നിന്ന് അകന്നിട്ടാണ് പോകുന്നത്. ഇപ്പൊ രണ്ട് കേസാണ് നമ്മളിവിടെ പറയുന്നത്. റേറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് പോകുമ്പോ നോർമലിലേക്ക് ലൈറ്റ് ബെൻഡ് ചെയ്യും, ലൈറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ. അതേപോലെ തന്നെ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റേറർ മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് ലൈറ്റിന് സംഭവിക്കുന്നത്? ലൈറ്റ് ബെൻഡ് അവേ ഫ്രം നോർമൽ. ഓക്കെ, ഈ രണ്ട് കേസസ് ആണ് പറയുന്നത്. ഈ ബെൻഡിങ് നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ മക്കളെ? അപ്പൊ ഇങ്ങനെ ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ ലൈറ്റ് റേസിന് ഇവിടെ ഇങ്ങനെ ബെൻഡിങ് നടക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ പാത്തില് ചേഞ്ച് വരുന്നതെന്നൊക്കെ ചോദിക്കും. അതിന്റെ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ സ്പീഡ് ഓഫ് ലൈറ്റ്, ലൈറ്റിന്റെ സ്പീഡിൽ വരുന്ന ചേഞ്ചസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ബെൻഡിങ് നടക്കുന്നത് അല്ലെങ്കിൽ ഈ റിഫ്രാക്ഷൻ നടക്കുന്നത് എന്ന് പറയാം. ഇപ്പൊ കോസ് ഓഫ് റിഫ്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? കോസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മക്കളെ എഴുതേണ്ടത്. ഡ്യൂ ടു ചേഞ്ച് ഇൻ സ്പീഡ് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ സ്പീഡ് എത്രയാണ് നമുക്കറിയാം? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇതില് വേരിയേഷൻ വരുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ റിഫ്രാക്ഷൻ നടക്കുന്നത്. അപ്പൊ റിഫ്രാക്ഷന്റെ കാരണം, കോസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ സ്പീഡ് ഓഫ് ലൈറ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ഒരു റിഫ്രാക്ഷനെ പറ്റിയുള്ള ഒരു ഔട്ട്ലൈൻ ആയിട്ട് നമുക്ക് പറയാനുള്ള ഒരു കോൺസെപ്റ്റ് ഇതാണ്. അതാണ് എന്റെ ഡെഫിനിഷൻ. എന്താ പറയുന്നത്? ചേഞ്ചിങ് ദ പാത്ത് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ
പോകുമ്പോൾ ലൈറ്റിന്റെ പാത്തിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഇനി റെയറർ ടു ഡെൻസറും ഡെൻസർ ടു റെയററും വരുമ്പോൾ ലൈറ്റിന് എന്ത് സംഭവിക്കുന്നു? റെയറർ ടു ഡെൻസർ ആണെങ്കിൽ നോർമലിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും. ഡെൻസർ ടു റെയർ ആണെങ്കിൽ എന്താണ്? നോർമലിൽ നിന്നും അകന്നിട്ടാണ് ലൈറ്റ് റേ ബെൻഡ് ചെയ്ത് പോവുക. അതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇനി റിഫ്രാക്ഷൻ ഉണ്ടാവാനുള്ള കാരണം കോസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഡ്യൂ ടു ചേഞ്ച് ഇൻ സ്പീഡ് ഓഫ് ലൈറ്റ്. ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. നമുക്കറിയാം, നമ്മൾ റിഫ്ലക്ഷനും കുറെ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചാണല്ലേ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന കുറെ കാര്യങ്ങൾ ബേസ് ചെയ്ത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇനി ഇതിലും റിഫ്രാക്ഷനിൽ നമുക്ക് അങ്ങനെ കുറെ എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ച പോലെ തന്നെ ലോസ് ഓഫ് റിഫ്രാക്ഷൻ പഠിക്കാനുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഡെയിലി ലൈഫിൽ എവിടേക്കാണ് റിഫ്രാക്ഷൻ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ മക്കളെ, ഇനി നമുക്ക് നോക്കാനുള്ളത് റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന കുറച്ച് കോമൺ ഫിനോമിനൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മിസ് ഇവിടെ കുറച്ചെണ്ണം എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കാം. കാരണം ഈസിയാണ്, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എക്സാമ്പിൾസ് ഓർത്ത് വെക്കാൻ. അപ്പൊ റിഫ്രാക്ഷൻ നിങ്ങളോട് ചിലപ്പോൾ 2-3 എക്സാമ്പിൾസ് നിങ്ങളോട് സൈറ്റ് ചെയ്യാൻ പറയും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എഴുതാനുള്ള എക്സാമ്പിൾസ് ആണ് ഇത് കേട്ടോ. എന്തൊക്കെയാണ്? നമ്മുടെ റെയിൻബോ, മഴവില്ല് എന്തുകൊണ്ടുണ്ടാവുന്ന ഒരു ഫിനോമിനൻ ആണ്? റിഫ്രാക്ഷൻ കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഫിനോമിനൻ ആണ് റെയിൻബോ എന്ന് പറയുന്നത്. അതുപോലെ ഐസ്, നമ്മുടെ കണ്ണുകളിലും എന്താണ് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുന്നത്, വിഷൻ പറ്റുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന റിഫ്രാക്ഷൻ വഴിയാണ്. അതുപോലെ ക്യാമറ ലെൻസുകളിലും എന്താണ് ഈ പറയുന്ന റിഫ്രാക്ഷൻ മെക്കാനിസം ആണ് അവിടെ നടക്കുന്നത്. അതുപോലെ നമ്മുടെ ബൈനോക്കുലേഴ്സിലും സെയിം ആണ്, റിഫ്രാക്ഷൻ കൊണ്ടാണ് അതും പ്രവർത്തിക്കുന്നത്. അതുപോലെ എന്താണ് ലൈറ്റ് ബെൻഡിങ് ഇൻ എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഒരു വാട്ടറിൽ നമ്മൾ ലൈറ്റ് റേസ് അടിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? അതിങ്ങനെ ബെൻഡ് ചെയ്ത് കാണാൻ പറ്റും. അതൊക്കെയും എന്തുകൊണ്ടാണ്? റിഫ്രാക്ഷൻ എന്നുള്ള ഫിനോമിനൻ കൊണ്ടാണ്. ഓക്കെ. അതുപോലെ ഒബ്ജക്ട് ഡിസ്ലൊക്കേഷൻ ഇൻ വാട്ടർ. നമ്മളൊന്നും വേണ്ട, ഒരു ഗ്ലാസ്സിൽ നമ്മളൊരു പെൻസിൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ നമുക്ക് ഇങ്ങനെ ചേഞ്ച് ആയതുപോലെ കാണാം. ഇട്ടിരിക്കുന്ന മുകളിൽ ഇട്ട് അതേ പാത്തിലായിരിക്കില്ല വാട്ടറിൽ നമുക്ക് കാണാൻ പറ്റുക, ഒരു സ്ലൈറ്റ് ഡിസ്ലൊക്കേഷൻ ഒബ്ജക്റ്റിൽ ഉണ്ടായിരിക്കും. അപ്പോ ദീസ് ആർ ദ കോമൺ ഫിനോമിനൻസ് ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ. റിഫ്രാക്ഷൻ കൊണ്ട് ഉണ്ടാവുന്ന കുറച്ച് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ എവിടേക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ടെന്ന് പറയുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണിത്. അപ്പൊ ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. അപ്പൊ മക്കളെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊരു കാര്യമാണ്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് റിഫ്രാക്ഷനെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. റിഫ്രാക്ഷൻ ത്രൂ റെക്ടാങ്കുലർ ഗ്ലാസ് ലാബ്. ഓക്കെ. ഒരു റെക്ടാങ്കുലർ ഒരു ഗ്ലാസ് ലാബില് എങ്ങനെയാണ് റിഫ്രാക്ഷൻ നടക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ. അപ്പൊ അതിനായിട്ട് ഇവിടെ ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ. ഇവിടെ റയറർ മീഡിയം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ എയർ ആണ്. ആൻഡ് ഡെൻസർ മീഡിയം ഈസ് ഗ്ലാസ്. ഓക്കെ. അപ്പോ ഇവിടെ കണ്ടില്ലേ, AO എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസിഡന്റ് റേ ഈ KL എന്നുള്ള ഇന്റർഫേസിൽ വന്നിട്ട് പതിക്കുകയാണ്. ഓക്കെ. AO എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസിഡന്റ് റേ എന്താണ്? ഈ ഒരു ഇന്റർഫേസിൽ വന്ന് പതിക്കുകയാണെങ്കിൽ അത് എങ്ങോട്ടാണ് റിഫ്രാക്ട് ചെയ്യുന്നത്? അത് നോർമലിന് അടുത്തേക്കായിട്ടാണ് അല്ലെ ബെൻഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ്? റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം ഒരു ലൈറ്റ് റേ പാസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് നോർമൽ എന്ന് നമ്മൾ പഠിച്ചു അല്ലെ ഓൾറെഡി. അപ്പൊ സെയിം സാധനമാണ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഇങ്ങനെ നമ്മൾ ലൈറ്റിൽ എന്തായി? നോർമലിലേക്ക് അത് ബെൻഡ് ചെയ്തു. ഇനി ഈ റേ നേരെ എങ്ങോട്ട് പതിച്ചു? നമ്മുടെ ഡെൻസർ മീഡിയം ആയിട്ടുള്ള ഗ്ലാസ്സിലേക്കാണ്. ഈ ഒരു ഇന്റർഫേസില് NM എന്നുള്ള ഇന്റർഫേസിലേക്കാണ് പിന്നീട് പതിച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഈ ഒരു പോയിന്റിലേക്ക്. ആൻഡ് ഇവിടെ പതിച്ചപ്പോ എന്തായി? ഇത് പിന്നെ ഇനി എങ്ങോട്ടാ പോകുന്നത്? ഡെൻസർ ടു റെയറർ മീഡിയം ആണ് അല്ലെ. ഇവിടെ റെയറർ മീഡിയം എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇവിടെ എയർ ആണ് റെയറർ മീഡിയം എന്ന് പറയുന്നത്. അപ്പോ ഡെൻസർ ടു റെയറർ ആണ് ഇനി പോവാനുള്ളത്. അപ്പോ എന്താണ് സംഭവിക്കുന്നത്? അത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണ്. ഡെൻസർ ടു റെയറർ മീഡിയം പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ലൈറ്റ് bend away from the normal. Okay. നോർമലിൽ നിന്ന് ബെൻഡ് ചെയ്ത് അകലത്ത് പോവാണ് ചെയ്യുന്നത്. മറ്റേതാണെങ്കിൽ ടുവേർഡ്സ് ആണ്, മറ്റേത് away ആണ്. ഓക്കെ. അതാണ് നമുക്ക് ഈ ഒരു പിക്ചറിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇൻസിഡന്റ് റേ എന്താണ്? നോർമലി രണ്ട് മീഡിയത്തിൽ കൂടെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ എന്താണ് നോർമലി ഇവിടെ നടക്കുക? അതിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോവാണ് ചെയ്യുക. അതായത് ഇവിടെ കണ്ടില്ലേ, ലൈൻ ആയിട്ട് ഇവിടെ ഡോട്ട്സ് ഇട്ടിട്ട് ചെയ്തിരിക്കുന്ന നോർമലി ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ് ചെയ്യുക. അവിടെ വേറെ തടസ്സങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ നോർമലി രണ്ട് മീഡിയത്തിനിടയ്ക്ക് ലൈറ്റ് റേസ് ആവുകയാണെങ്കിൽ അതിങ്ങനെ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും പാസ് ചെയ്യുക.
എന്നാൽ ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? ലൈറ്റിന് ബെൻഡിങ് നടക്കുന്നുണ്ട് അല്ലെ. റെയർ ടു ഡെൻസർ വരുമ്പോഴായാലും ഡെൻസർ ടു റെയർ വരുമ്പോഴാണെങ്കിലും എന്ത് നടക്കുന്നുണ്ട്? അവിടെ ലൈറ്റിന്റെ പാത്തില് ചേഞ്ച് വരുന്നുണ്ട്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ, നമ്മുടെ ഇതാണ് നമ്മുടെ ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത്. ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മളിവിടെ വരച്ചിരിക്കുകയാണ്. ഈ ഇൻസിഡന്റ് റേ ഇങ്ങനെ സീയിലോട്ട് ഇങ്ങനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? ഇവിടെ ഈ ഒരു ഇന്റർഫേസിൽ പതിച്ചപ്പോ പിന്നെയും എന്തായി? ഈ നോർമൽ നിന്ന് ബെൻഡ് ചെയ്ത് പോയി എന്ന് പറഞ്ഞു അല്ലെ, അകന്ന് പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? എമർജന്റ് റേ ആണ്. ഇത് നമ്മുടെ ഇൻസിഡന്റ് റേ ആണ് കേട്ടോ. ഇതേതാണ്? ഇത് ഇൻസിഡന്റ് റേ ആണ്. ഇൻസിഡന്റ് റേനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഇൻസിഡന്റ് റേയും എമർജന്റ് റേയും എങ്ങനെയായിരിക്കും? ഒരു റെക്ടാങ്കുലർ ഗ്ലാസ് സ്ലാബില് നോക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? അത് പാരലൽ ആയിട്ടായിരിക്കും ആ റേസ് പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് നമുക്ക് പിക്ചറിൽ തന്നെ കാണാൻ പറ്റും. ഇൻസിഡന്റ് റേയും എമർജന്റ് റേയും എങ്ങനെയായിരിക്കും? അത് പാരലൽ ആയിരിക്കും. ആൻഡ് അവയ്ക്കിടയിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, ഈ ഒരു ഡി എന്ന് പറയുന്നത്, അതിനെ നമ്മൾ അത് പറയുന്നത് ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് നമ്മൾ പറയുക കേട്ടോ. അപ്പൊ ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ഒന്ന് ഗ്ലാസ് സ്ലാബിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഒന്നാമത്തെ ഫാക്ടർ ആണ് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ എന്താണെന്ന് നമ്മൾ പഠിക്കും കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് സ്ലാബ്. ഓക്കെ, അപ്പോ ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഒന്ന് ഗ്ലാസ് സ്ലാബിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അതുപോലെ തന്നെ തിക്നെസ് ഓഫ് ഗ്ലാസ് സ്ലാബ്. തിക്നെസ് ഓഫ് ഗ്ലാസ് സ്ലാബ്. ഗ്ലാസ് സ്ലാബിന്റെ തിക്നെസ്സിനെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെയും ബേസ് ചെയ്തിട്ടാണ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു രണ്ട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഈ ഒരു പിക്ചർ വരച്ച് എന്തിനാ വെച്ചാൽ റെയർ മീഡിയം ഡെൻസർ മീഡിയം കാണിച്ചിട്ട് എങ്ങനെയാണ് അതില് ഈ പറയുന്ന ലൈറ്റിന്റെ പാത്ത് ചേഞ്ച് ഉണ്ടാവുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തന്നെ ഒന്നായിട്ട് ഒരു പിക്ചർ വരച്ചത്. ഫസ്റ്റ് റെയർ ടു ഡെൻസർ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ദെൻ ഡെൻസർ ടു റെയർ പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇൻസിഡന്റ് റേയും എമർജന്റ് റേയും എങ്ങനെയാവുന്നുണ്ട്? അതിലെവിടെയാണ് എങ്ങനെയാണ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത്? അത് ഏതൊക്കെ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിപ്പോ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിഫ്രാക്ഷനെ പറ്റിയിട്ട് ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചതുപോലെ തന്നെ നമുക്ക് ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് ലോസ് ഓഫ് റിഫ്രാക്ഷനും. റിഫ്ലക്ഷൻ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് റിഫ്രാക്ഷൻ ഈസി ആയിരിക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ലോസ് ഓഫ് റിഫ്രാക്ഷൻ ആണ് കേട്ടോ. അപ്പൊ മക്കളെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഓർമ്മ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. അതേപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് എന്താണ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും രണ്ട് പോയിന്റ്സ് ആണുള്ളത്. മറ്റേ ലോസ് ഓഫ് റിഫ്ലക്ഷൻ രണ്ട് പോയിന്റ് ആയിരുന്നു അല്ലേ? എന്താണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് മക്കൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് പറയണേ. അപ്പൊ നമുക്ക് ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്താന്ന് നോക്കാം. ഓക്കെ, എന്താ പറയുന്നത്? Incident ray, reflected ray and the normal to the interface of two transparent media at the point of incidence all lie in same plane. ഇത് എവിടെയെങ്കിലും കേട്ട പോലെ ഓർക്കുന്നുണ്ടോ? എവിടെയെങ്കിലും കേട്ട പോലെ ഓർക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? എന്തുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്? നമ്മുടെ ലോസ് ഓഫ് റിഫ്ലക്ഷനുമായിട്ട് വളരെയധികം സിമിലർ ആണ്. ഇവിടെ എന്താ പറയുന്നത്? ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും എവിടെയാണ്? രണ്ട് ട്രാൻസ്പെറന്റ് മീഡിയയുടെ ഇന്റർഫേസിലായിട്ട്. ഓക്കെ, അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് നമ്മൾ നേരത്തെ വരച്ചല്ലേ? ഇൻസിഡന്റ് റേ വരച്ചു, റിഫ്ലക്റ്റഡ് റേ വരച്ചു, നോർമൽ ഒക്കെ വരച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്? ടു ദ ഇന്റർഫേസ് ഓഫ് ടു ട്രാൻസ്പെറന്റ് മീഡിയ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഇവിടെ രണ്ട് ട്രാൻസ്പെറന്റ് മീഡിയ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു റെയർ മീഡിയം ഉണ്ടാവും, ഡെൻസർ മീഡിയം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈ പറയുന്ന ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും ഒക്കെ എവിടെയായിരിക്കും കാണുക? ഒരേ പ്ലെയിനിൽ തന്നെയായിരിക്കും കാണുക. ഇത് തന്നെയായിരുന്നു നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും എന്തായിരിക്കണം? ഓൾ ത്രീ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോ അതിലൊരു സ്ലൈറ്റ് ചേഞ്ച് വരുത്തിയിട്ടാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എന്താ പറയുന്നത്? ഇൻസിഡന്റ് റേ, reflected ray and the normal to the interface of two transparent media at the point of incidence all lie in same plane. അപ്പോ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. ചെറുതായിട്ടൊരു കാര്യം കൂടെ ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. ട്രാൻസ്പെറന്റ് മീഡിയയുടെ കാര്യം ഒന്ന് എടുത്തു പറയണമെന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? സെയിം ആണല്ലേ? ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷനിലെ രണ്ടാമത്തെ പോയിന്റ് എന്താ പഠിച്ചിരുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പഠിച്ചു അല്ലേ?
അതേപോലെ തന്നെ ആംഗിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ് ഇതും. ഇവിടെ എന്താ പറയുന്നത്? റേഷ്യോ ഓഫ് സൈൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സൈൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, അതായത് ഇൻസിഡൻസിന്റെ സൈൻ ആംഗിളും റിഫ്രാക്ഷന്റെ സൈൻ ആംഗിളും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനെ നമുക്കൊരു ഇക്വേഷനിൽ എഴുതാണെങ്കിൽ സൈൻ ഐ, അതാണ് സൈൻ ആംഗിൾ എന്ന് പറയുന്നത്. സൈൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ. അതെന്താണ്? സൈൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നാണ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. ആ കോൺസ്റ്റന്റിന് നമുക്ക് തൽക്കാലം എന്നെടുക്കാം. അപ്പോ എന്താ പറയുന്നത്? റേഷ്യോ ഓഫ് സൈൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സൈൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് എ കോൺസ്റ്റന്റ് ഫോർ എ ലൈറ്റ് ഓഫ് ഗിവൻ കളർ ആൻഡ് ഫോർ എ ഗിവൻ പെയർ ഓഫ് മീഡിയ. നമുക്ക് ഏത് രണ്ട് മീഡിയാസ് ആണോ തന്നിട്ടുള്ളത്, അതുപോലെ ആ ലൈറ്റിന്റെ കളർ ഏതാണോ തന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? ആംഗിൾ ഓഫ് സൈൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസും അതുപോലെ എന്താണ് സൈൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. സോ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഈ ഒരു ലോനെ നമ്മൾ എന്താണെന്ന് അറിയോ വിളിക്കുക? സ്നെൽസ് ലോ എന്നാണ് പറയുക. അപ്പോ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും ഡിഫൈൻ സ്നെൽസ് ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയാ? ഈ ഒരു എന്താണ് ടേം ആണ്, ഇതാണ് പറയേണ്ടത് കേട്ടോ. നമ്മള് വാട്ട് ഇസ് സ്നെൽസ് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് സൈൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സൈൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് എ കോൺസ്റ്റന്റ് ആൻഡ് ദാറ്റ് ഇസ് സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ n ആണ് കൊടുത്തിരിക്കുന്നത്. n എന്താണെന്ന് അറിയോ മക്കളെ? n എന്ന് പറയുന്നത് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് എന്താണെന്നുള്ളത് നമ്മൾ ഇനി അടുത്ത് പഠിക്കും. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ കോൺസ്റ്റന്റ് n എന്ന് പറയുന്നത്. സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞില്ലേ, ആ കോൺസ്റ്റന്റ് n ആണ് ആൻഡ് ദാറ്റ് ഇസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പൊ നമുക്ക് ഇതിനെ വേറൊരു രീതിയിൽ എഴുതാം. ഇപ്പൊ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? n2 ബൈ n1. അതായത് നമുക്ക് രണ്ട് മീഡിയസ് തരുമല്ലോ, അതില് രണ്ടാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ഫസ്റ്റ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇസ് ഈക്വൽ ടു n21 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സ്നെൽസ് ലോനെ നമുക്ക് വേറൊരു രീതിയിലും എഴുതാം. എങ്ങനെ എഴുതാം? സ്നെൽസ് ലോ എന്ന് പറയുന്നത് n1 sin θ1 is equal to n2 sin θ2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? അപ്പോ ഇങ്ങനെയും കൂടെ നമുക്ക് എഴുതാം. ഈ ഒരു ഇക്വേഷനും കൂടെ ഒന്ന് ജസ്റ്റ് മനസ്സിൽ ആലോചിച്ച് വെക്കാം. n എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. sin θ പറയുന്നത് ആംഗിൾ ആണ്. അത് എന്താണ്? രണ്ട് മീഡിയ തന്നിട്ടുണ്ടാവും. അപ്പൊ ആ രണ്ട് മീഡിയത്തിന്റെയും സൈൻ ആംഗിൾസ് വെച്ചിട്ട് നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ മക്കളെ? ഒരു ബുദ്ധിമുട്ടില്ല. ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലും ചെറിയ ചെറിയ ഡിഫറൻസ് വരുത്തിയാൽ മതി. ഓക്കെ, ഈ സ്നെൽസ് ലോ എന്താണെന്നുള്ളത് ആ ടേം ഒന്ന് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ ക്ലിയർ അല്ലേ? എന്താണ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ പറയുന്നത്? ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ടു ദ ഇന്റർഫേസ് ഓഫ് ടു ട്രാൻസ്പെറന്റ് മീഡിയ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഓൾ ലൈ ഇൻ സെയിം പ്ലെയിൻ. എല്ലാം ഒരു പ്ലെയിനിലായിരിക്കും കാണാം. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് എന്താണ്? സൈൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സൈൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. സോ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് n എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആൻഡ് വിച്ച് ഇസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ടു മീഡിയ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം n2 ബൈ n1 എന്ന് എഴുതാം. അതായത് സെക്കൻഡ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ഫസ്റ്റ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് ദാറ്റ് ഇസ് n21. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? n1 sin θ1 is equal to n2 sin θ2 എന്ന് എഴുതാം ആൻഡ് ദാറ്റ് ഇസ് ദ സ്നെൽസ് ലോ. ഓക്കെ മക്കളെ, ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ പഠിക്കാൻ. ഇപ്പൊ റിഫ്രാക്ഷൻ എന്താണ് പഠിച്ചു, അതിന്റെ ഫിനോമിനൻസ് ഏതൊക്കെയാ പഠിച്ചു. അതുപോലെ ഗ്ലാസ് ലാബിൽ നമ്മൾ ഡയഗ്രം റെപ്രസെന്റ് ചെയ്തിട്ട് എങ്ങനെയാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്, രണ്ട് റെയർ ടു ഡെൻസർ, ഡെൻസർ ടു റെയർ എങ്ങനെ നടക്കുന്നത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്ത് പഠിച്ചു? ലോസ് ഓഫ് റിഫ്രാക്ഷനും പഠിച്ചു. ക്ലിയർ അല്ലേ? ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്നുള്ളത് നോക്കണം. അപ്പൊ മക്കൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നേരത്തെ പറഞ്ഞു എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഇത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സ്മോൾ ലെറ്റർ n വെച്ചിട്ടാണ് കേട്ടോ. അപ്പോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ ഗിവൻ പെയർ ഓഫ് മീഡിയം. നമുക്ക് രണ്ട് മീഡിയംസ് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിലുണ്ടാവുന്ന ലൈറ്റിന്റെ സ്പീഡിന്റെ റേഷ്യോനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ ഗിവൻ പെയർ ഓഫ് മീഡിയ. തന്നിട്ടുള്ള രണ്ട് മീഡിയത്തില് ലൈറ്റിന്റെ സ്പീഡിന്റെ റേഷ്യോനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആൻഡ് അതെന്താണ്? ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ n. സ്മോൾ ലെറ്റർ n വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഇക്വേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ സ്മോൾ ലെറ്റർ n is equal to എന്ത് പറയാം, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 1 ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 2. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാം മീഡിയം 1 ലൈറ്റിന്റെ വെലോസിറ്റി ഡിവൈഡഡ് ബൈ മീഡിയം 2 ലൈറ്റിന്റെ വെലോസിറ്റി. അത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് എന്താണ്, n21 is equal to v1 by v2. ഇതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. എന്താണ്, n21 is equal to v1 divided by v2. അതിനെന്താ പറയുന്നത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ്, അതാണ് v1 by v2 എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് കണ്ടീഷൻ എന്താണ്, n12 is equal to v2 by v1. അവിടെ എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് മീഡിയം ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് എന്ത് പറയാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ട് മീഡിയം നമുക്ക് തരാണെങ്കിൽ അതിലുള്ള ലൈറ്റിന്റെ സ്പീഡിന്റെ റേഷ്യോനാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്കിപ്പോ ഇതിൽ ചോദിക്കും, എക്സാമ്പിൾ ആയിട്ട് ചോദിക്കും വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ് അല്ലെങ്കിൽ ഗ്ലാസിന്റെ എത്രയാണെന്നൊക്കെ ചോദിക്കും. അപ്പൊ ഈ ഒരു വാല്യൂസ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1.33 ആണ്. ഓക്കെ, അതുപോലെ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1.52 ആൻഡ് ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 2.42. ഇതുവരെ കണ്ടുപിടിച്ചാൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഹയസ്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏതിനാണ്, ഡയമണ്ടിനാണ് കേട്ടോ. ഹയസ്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണിക്കുന്നത് ഏതാണ്, ഡയമണ്ട് ആണ്. അപ്പൊ വാട്ടറിന്റെ 1.33, ഗ്ലാസിന്റെ 1.52 ആൻഡ് ഡയമണ്ട് 2.42. അതാണ് ഹയസ്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണിക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോ ഇനി നോക്കുകയാണെങ്കിൽ വേറൊരു ടേം ആണ് വാട്ട് ഈസ് മെന്റ് ബൈ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ നിന്ന് എന്താണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം വിത്ത് റെസ്പെക്ട് ടു വാക്യൂം ഓർ എയർ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു മീഡിയം തന്നിട്ടുണ്ടാവും, അപ്പുറത്തെ മീഡിയം എന്താവും, ഒരെണ്ണം വാക്യൂം അല്ലെങ്കിൽ എയർ ആയിരിക്കും. അപ്പൊ അത് തമ്മിലുള്ള എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഒരു മീഡിയം എന്തായാലും ഉണ്ടാവും, അല്ലാതെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീഡിയം ഏതായിരിക്കും, ഒന്നുകിൽ എയർ അല്ലെങ്കിൽ വാക്യൂം കണ്ടീഷൻ. ഇങ്ങനത്തെ കേസിൽ വരുമ്പോഴാണ് അവിടെ എന്തെടുക്കുക, നമ്മൾ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എടുക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം വിത്ത് റെസ്പെക്ട് ടു വാക്യൂം ഓർ എയർ. അതാണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി പഠിക്കാനുള്ള വേറൊരു ടേം ആണ് വാട്ട് ഈസ് മെന്റ് ബൈ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ആൻഡ് ഒപ്റ്റിക്കലി റെയറർ മീഡിയം. എന്താണ് ഒപ്റ്റിക്കലി ഡെൻസർ, ഒപ്റ്റിക്കലി റെയറർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് രണ്ട് മീഡിയം നമുക്ക് തരുകയാണെന്നുണ്ടെങ്കിൽ അതില് ഏത് മീഡിയത്തിനാണോ ഹൈ വാല്യൂ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് അതായിരിക്കും ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം. രണ്ട് മീഡിയം തന്നിട്ടുണ്ട്, അതിൽ ഏത് മീഡിയത്തിനാണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ ഹൈ ആയിട്ടുള്ളത് അതായിരിക്കും ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന് പറയുന്നത്. ഇനി തന്നിട്ടുള്ള മീഡിയത്തില് ഏതിനാണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ളത്, ലോവസ്റ്റ് ആയിട്ടുള്ളത്, അതായിരിക്കും ഏതാ, ഒപ്റ്റിക്കലി റെയറർ മീഡിയം. സോ ഡിഫറൻസ് മനസ്സിലായില്ലേ? ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം പറയുമ്പോൾ രണ്ട് മീഡിയത്തിൽ ഏതെങ്കിലും ഒന്നിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. മറ്റേ ഒപ്റ്റിക്കലി റെയറർ ആണെങ്കിലോ തന്നിട്ടുള്ള രണ്ട് മീഡിയത്തിൽ ഏതെങ്കിലും ഒന്നിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലോ ആയിരിക്കും. ഓക്കെ, അതാണ് ഒപ്റ്റിക്കലി ഡെൻസറും ഒപ്റ്റിക്കലി റെയറർ മീഡിയം തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇവിടെ എഴുതി വെക്കാം, ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ physical quantity. It does not depend on the physical quantity density. Okay, അത് ഡെൻസിറ്റിനെ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡെൻസിറ്റി. ഡെൻസിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു ഫാക്ടർ ആണ് ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഡെഫിനിഷൻ പറഞ്ഞു, അതെങ്ങനെയാണ് നമുക്കൊരു ഫോർമുല ആയിട്ട് എഴുതാൻ പറഞ്ഞു. ഇനി ഗ്ലാസിന്റെ കുറച്ച് എന്താണ് വാട്ടറിന്റെയും ഗ്ലാസിന്റെ ഡയമണ്ടിന്റെയും ഒക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇത് നമ്മൾ മനപ്പാഠം തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ തന്നെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ പഠിച്ചു, ഒപ്റ്റിക്കലി റെയറർ മീഡിയം എന്താണ്, ഡെൻസർ മീഡിയം എന്താണെന്ന് പഠിച്ചു. സോ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് മക്കൾ പഠിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഓക്കെ, അപ്പൊ വന്നു കഴിഞ്ഞാൽ നമുക്കിത് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ മക്കളെ?